സാഫ് പ്രയോഗം ഏറ്റ ലക്ഷണമില്ല. എന്നാൽ പിന്നെ ഇനി അടുത്ത പരിപാടി നോക്കിയേക്കാന്ന് വിചാരിച്ച് ചെടിച്ചട്ടി ഒന്ന് നോക്കാൻ വന്നതാ. അങ്ങനെ ചെടിച്ചട്ടി എടുത്ത് ഞാൻ പിന്നെ വലിയ പാടൊന്നും വന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇളകി കിട്ടി. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. ഇത് കണ്ടോ, ഈ ഒരു അവസ്ഥയിലാണ്. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചെടിച്ചട്ടി ചെറുതും പോരാത്തതിനും ചെടിയാണെങ്കിൽ ആവശ്യത്തിലേറെ വളരുകയും ചെയ്തു. ഒരു തൈ വെച്ചെടുത്തുനിന്ന് 10 തൈ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേര് മുഴുവൻ അതിൻ്റെ അകത്ത് തന്നെ വേണമല്ലോ തിങ്ങി നിറഞ്ഞു വരാൻ. അങ്ങനെ വന്നപ്പോൾ എന്നാ പറ്റി, പുറത്തോട്ടേക്ക് വെള്ളം പോകുന്നില്ല, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നു. അങ്ങനെ വന്ന ആ വേരെല്ലാം കൂടി അങ്ങ് ചീയാൻ തുടങ്ങി. അതാണ് സത്യത്തിൽ എൻ്റെ ചെടിക്ക് പറ്റിയൊരു പറ്റ്. ഇതിന് ഞാൻ സാഫ് പ്രയോഗം നടത്താം, നിങ്ങൾ തന്നെ പറയാം, വല്ല രക്ഷയും ഉണ്ടാവുമോ? ഏത് പരിപാടിക്കാണേലും ആദ്യം ഞാൻ ചെയ്യുന്നൊരു പരിപാടി, പണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി ജാതിക്ക അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് കാരണന്മാർ പറയാറുണ്ട്. ആ ഒരു സെറ്റപ്പിലുള്ള രീതി കേട്ടോ. എന്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു സാഫ് പ്രയോഗം നടത്തും, അത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടി കിട്ടും. പക്ഷേ ഇതിലത് ഏറ്റില്ല. എന്തായാലും അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് എൻ്റെ ചെടി പോകുകയില്ല എന്ന് തോന്നുന്നു. എന്തായാലും അതിന് എല്ലാം ഒരു അഴിച്ചുപണി അങ്ങ് നടത്തിയേക്കാം. അങ്ങനെ മണ്ണിൻ്റെ അളവ് ഞാൻ കുറച്ചങ്ങ് കുറച്ചു കേട്ടോ. പോരാത്തതിന് മണലുണ്ടല്ലോ, മണൽ അത്യാവശ്യം നല്ലപോലെ ചേർത്തു. ചാണകപ്പൊടിയുടെ അളവും കുറച്ചു. കാരണം ഈ ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ വളം ചെയ്തില്ലെങ്കിലും ചെടി നല്ല ഉഷാറായിട്ട് കയറി പോന്നോളൂ. ഗാർഡനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാനും ഒരു നേഴ്സറി കൊച്ച് തന്നെയാണ്. കാരണം MBBS ഒന്നും എത്തിയെന്ന് ഒരിക്കലും പറയാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഇങ്ങനെയാണ് പതുക്കെ പഠിച്ചു വരുന്നത്. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ചെടി എപ്പോഴും നടുമ്പോഴല്ലോ മഴക്കാലത്ത് നട്ടു നോക്കിക്കുക. മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ ഏത് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം പ്രതിരോധിക്കാൻ പറ്റും. വേനൽക്കാലത്ത് നട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ, ആ ഒരു സെറ്റപ്പിൽ നട്ട് കഴിഞ്ഞാൽ മഴക്കാലമായി കഴിയുമ്പോഴത്തേനും എന്താ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെടി നടുന്ന കാര്യത്തിൽ എപ്പോഴും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും മഴക്കാലത്ത് നടാൻ ശ്രമിക്കണേ.